നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം ഉൾപ്പെടെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർണ്ണമായി. പോളിംഗ് ശതമാനം 70%-ന് മുകളിൽ. വോട്ടിംഗിൽ സ്ത്രീകൾ മുന്നിൽ. ജില്ലയിൽ പ്രശസ്തർ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. LDF-ന് മേൽക്കൈയെന്ന് മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ. സംസ്ഥാന സർക്കാരിന്റെ അഹങ്കാരത്തിനും രാഷ്ട്രീയ ധാർഷ്ട്യത്തിനും ജനങ്ങൾ മറുപടി നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം ജില്ലയിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കും. പാലാ ജൂബിലി സമാപിച്ചു. പ്രദക്ഷിണം ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോട്ടയം ഉൾപ്പെടെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് സമാപിച്ചു. ജില്ലയിൽ 70%-ന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തി. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ദിവസങ്ങൾ നീണ്ട പ്രചരണത്തിനും ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സാരഥികളെ കണ്ടെത്താൻ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടന്നു. കോട്ടയം ഉൾപ്പെടെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് 83 പേരും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 489 പേരും 71 ഗ്രാമപഞ്ചായത്തുകളിലായി 4032 പേരുമാണ് ജനവിധി തേടിയത്. ജില്ലയിൽ ഇതുവരെ 70%-ന് മുകളിൽ ആളുകൾ വോട്ട് ചെയ്തു. 10,74,967 പേർ 5 മണിവരെ വോട്ട് രേഖപ്പെടുത്തി. ആകെ 16,41,176 വോട്ടർമാരാണ് കോട്ടയം ജില്ലയിലുള്ളത്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ 63.54%, കോട്ടയത്ത് 63.53%, ഈരാറ്റുപേട്ടയിൽ 80.04%, പാലാ നഗരസഭയിൽ 63.05% പേർ വോട്ട് രേഖപ്പെടുത്തി. വൈകുന്നേരം 5 മണി വരെയുള്ള കണക്കാണിത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 66.26%, വാഴൂരിൽ 65.78%, കാഞ്ഞിരപ്പള്ളിയിൽ 64.68%, ഈരാറ്റുപേട്ടയിൽ 66.34% പേർ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. കാര്യമായ പരാതികളില്ലാതെയാണ് കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പ് നടന്നത്. രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് ബൂത്തുകളിൽ കാണപ്പെട്ടു. മുതിർന്നവർ രാവിലെ തന്നെ വോട്ടവകാശം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയിൽ സമാധാനപരമായിരുന്നു. മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ പ്രമുഖരും പങ്കാളികളായി. രാവിലെ തന്നെ മന്ത്രി VN വാസവൻ, വൈക്കം വിശ്വൻ, ഡോക്ടർ N ജയരാജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ കുടുംബസമേതം തങ്ങളുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. മുതിർന്ന CPM നേതാവ് വൈക്കം വിശ്വൻ രാവിലെ കുടയമ്പടി SNDP ഹാളിലാണ് വോട്ട് ചെയ്തത്. ഇദ്ദേഹത്തോടൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഇക്കുറി വൻ വിജയമുണ്ടാകുമെന്ന് വൈക്കം വിശ്വൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൻ വിജയമാണ് കാണുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാര വികേന്ദ്രീകരണം നടത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വന്നതിൻ്റെ ലക്ഷണമാണ് ഈ രീതിയിൽ ജനങ്ങൾ ഒരുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്നിൽ അണിനിരക്കുന്നത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. മന്ത്രി VN വാസവൻ വോട്ട് രേഖപ്പെടുത്തിയത് പാമ്പാടി MGM സ്കൂളിലാണ്. ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമെത്തിയാണ് വോട്ട് ചെയ്തത്. പോളിംഗ് ശാന്തമായി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം ശാന്തമായി പോളിംഗ് നടക്കുന്നു. നമ്മുടെ ജില്ലയിലെ പൊതുസ്ഥിതിയും ഇവിടെയുള്ളത് പൊതുവെ സമാധാനപരമായി ശാന്തമായി കാര്യങ്ങൾ നടക്കുന്നു. 2 സ്ഥലങ്ങളിൽ ഇലക്ട്രോണിക് യന്ത്രങ്ങൾ പണിമുടക്ക് ഒഴിച്ചാൽ മറ്റെവിടെയും ഒരു പ്രശ്നമില്ലാതെ ഏറ്റവും ശാന്തമായി ഗംഭീരമായി ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തി നല്ല നിലയിൽ പോളിംഗ് നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് കറുകച്ചാൽ ചെറുമാങ്കൽ അംഗൻവാടിയിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കേരള കോൺഗ്രസ് M ജില്ലാ ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ ചോഴിക്കാട് NSS കരയോഗ മന്ദിരത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 9.5 വർഷമായി ഭരിക്കുന്ന ഇടതുമുന്നണി ജനങ്ങൾക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും വേണ്ട വിധം ചെയ്തു കൊടുക്കുന്നതിനാൽ ഇക്കുറി വളരെ അഭിമാനത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജനങ്ങളുടെ മുന്നിൽ കൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളെല്ലാം നല്ല പെർഫോമൻസാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച പഞ്ചായത്തുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടി വോട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ആ തെരഞ്ഞെടുപ്പ് 100% വിജയിക്കുമെന്നുള്ളത് യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
സംസ്ഥാന സർക്കാരിന്റെ അഹങ്കാരത്തിനും രാഷ്ട്രീയ ധാർഷ്ട്യത്തിനും ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം ഗവൺമെന്റ് മോഡൽ HSSൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനഹിതം UDFനൊപ്പമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിൻവാതിൽ നിയമനം, ശബരിമല വിഷയം തുടങ്ങിയവയെല്ലാം ജനമനസ്സിൽ ഉണ്ട്. അവർ തീർച്ചയായും പ്രതികരിക്കും. ജനങ്ങൾ UDFന് ഒപ്പമാണ്. ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയും. കോട്ടയം ജില്ലയിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കോട്ടയത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തില് ഒരു ഭരണവിരുദ്ധ വികാരം ഒന്ന്, ഇവിടെ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും രാഷ്ട്രീയം, ഏകപക്ഷീയമായി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന നടപടി, ഇവിടെ പിൻവാതിൽ നിയമനത്തിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട എല്ലാ ജോലിയും തട്ടിക്കൊണ്ടു പോകല്ലേ. 12 ലക്ഷം ആളുകളെ പിൻവാതിലൂടെ നിയമിച്ചു. അതിൻ്റെ അർത്ഥം 12 ലക്ഷത്തോളം അർഹിക്കുന്ന ചെറുപ്പക്കാർ ഇതിന് പുറത്തു പോയി എന്നാണ്. ആ അനീതിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അർഹിക്കുന്നവർക്ക് അവസരം കിട്ടണം. ആ അവസരം നിഷേധിക്കുന്നവരോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതൊക്കെ ജനങ്ങൾ ഒരു പ്രതികാരമായി മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് മധുരമായ പ്രതികാരം കൊടുക്കുന്ന സന്ദർഭം തെരഞ്ഞെടുപ്പ് മാത്രമാണ്. കോട്ടയം ഗവൺമെന്റ് മോഡൽ HSSൽ കുടുംബസമേതമെത്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നിയോജക മണ്ഡലത്തിൽ വിവിധ ബൂത്തുകളിൽ MP, MLA സ്ഥാനാർത്ഥികൾ എന്നിവരടക്കം രാവിലെ തന്നെ വോട്ട് ചെയ്തു. ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, പാലായുടെ വലിയ പിതാവ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ എന്നിവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പാലാ നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പോളിംഗ് ആരംഭിച്ചു. MP, MLA സ്ഥാനാർത്ഥികളടക്കം എല്ലാവരും തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 95-ാം വയസ്സിലും പാലായുടെ വലിയ പിതാവ് പള്ളിക്കാപ്പറമ്പിൽ വോട്ട് ചെയ്യാനെത്തി. വീൽ ചെയറിന്റെ സഹായത്തോടെയായിരുന്നു മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ വോട്ട് ചെയ്യാനെത്തിയത്. മാർ ജോസഫ് കല്ലറങ്ങാട്ടും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ജോസ് കെ മാണി MP, ഭാര്യ നിഷ ജോസ് കെ മാണി, മകൻ എന്നിവർ പാലാ അൽഫാൻസ കോളേജിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു മടങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കുമെന്നും മലയാളികൾ ഇന്ന് വോട്ട് ചെയ്യുന്നത് വികസനത്തിന് വേണ്ടിയായിരിക്കുമെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. സർക്കാരിൻ്റെ വികസനം എത്താത്ത ഒരിടം പോലും കേരളത്തിലില്ല. മികച്ച വിജയം കരസ്ഥമാക്കും. പാലാ നഗരസഭയിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലുമടക്കം മികച്ച വിജയം നേടുമെന്നും എല്ലായിടത്തും ജനങ്ങൾക്ക് സ്വീകാര്യമായ നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. ഇന്ന് കേരളത്തിലെ മലയാളികൾ വോട്ട് ചെയ്യുന്നത് വികസനത്തിനായിരിക്കും. ഇടത് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും വികസനവും ചെന്നെത്താത്ത ഒരു കുടുംബം പോലും കേരള സമൂഹത്തിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രദേശത്തും കേരള സംസ്ഥാനത്തും തീർച്ചയായും ഒരു സമ്പൂർണ്ണ വിജയം ഇടതുപക്ഷത്തിനുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം. മാണി സി കാപ്പൻ MLA കാനാട്ടുപാറ പോളിടെക്നിക്കിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയിലും വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തുമെന്നും നിയോജക മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളിൽ 9 പഞ്ചായത്തുകളിലും UDF അധികാരത്തിൽ വരുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള വോട്ടെടുപ്പാണിതെന്നും സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാകുമെന്നും മാണി സി കാപ്പൻ MLA പറഞ്ഞു. നഗരസഭയിലെ 3 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താത്തത് വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടാണെന്നും MLA പറഞ്ഞു. ഇപ്പം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതാണ് ഇതിനെ നമ്മുടെ പ്രത്യേകത. മുനിസിപ്പൽ ഭരണം UDF പിടിച്ചെടുക്കും എന്ന് 100% പിടിച്ചെടുക്കും. ഏറ്റവും ചുരുങ്ങിയത് 14 സീറ്റ്. ഈ മുനിസിപ്പൽ ഭരണം പിടിക്കുന്ന പറയുമ്പോഴും 3 വാർഡുകളിൽ കാൻഡിഡേറ്റ് പോലും ഇല്ല. ഞങ്ങൾ പിന്തുണയ്ക്കിയത് സ്വതന്ത്ര മുന്നണിയായിട്ട് മത്സരിക്കുന്നു. അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്. അതൊക്കെ രാഷ്ട്രീയ നീക്കമാണ്. അതായത് ജനാധിപത്യ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ആ സീറ്റിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ധാരണയുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. കരൂർ പഞ്ചായത്ത് അല്ലപ്പാറ വാർഡിലെ 45 നമ്പർ അംഗനവാടിയിൽ കർണാലയം ബൂത്തിൽ ബാലറ്റ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് തടസ്സപ്പെട്ടു. രാവിലെ 9:45 തകരാർ പരിഹരിച്ച്
വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. ഇതോടെ നീണ്ട ക്യൂ രൂപപ്പെട്ടു. നിയോജക മണ്ഡലങ്ങളുടെ പലയിടങ്ങളിലും KSEB തകരാർ മൂലം പോളിംഗ് സ്റ്റേഷനുകളിൽ പലയിടങ്ങളിലും വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. പാമ്പാടി ബ്ലോക്കിൽ ഹരിതാഭമായി പോളിംഗ് ബൂത്തുകൾ. പാമ്പാടി ബ്ലോക്കിൽപ്പെട്ട 8 പഞ്ചായത്തുകളിലും ഹരിത ബൂത്തുകളിലാണ് ഇത്തവണ വോട്ടർമാർ വോട്ട് ചെയ്തത്. അകലക്കുന്നം, കിടങ്ങൂർ, എലിക്കുളം, മണർകാട്, പള്ളിക്കത്തോട്, കൂരോപ്പട, മീനടം, പാമ്പാടി എന്നീ പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പ്രകൃതി സൗഹൃദ സാധനങ്ങൾ കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഹരിത ബൂത്തുകൾ ഒരുക്കിയത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ബൂത്തുകളും ഹരിത ബൂത്തുകളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം ബൂത്തുകളിൽ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായി ഒഴിവാക്കി. പ്ലാസ്റ്റിക് അലങ്കാരങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം, പ്ലാസ്റ്റിക് തെർമോക്കോളിൽ പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, പേപ്പർ ഗ്ലാസുകൾ തുടങ്ങിയവ പോളിംഗ് ബൂത്തുകളിൽ നിരോധിച്ചിരുന്നു. പകരം പ്രകൃതി സൗഹൃദ സാധനങ്ങൾ കൊണ്ട് അലങ്കാരങ്ങൾ, വെള്ളം കുടിക്കുന്നതിനായി കുപ്പി, സ്റ്റീൽ ഗ്ലാസുകൾ, ഇലയിലോ വീണ്ടും ഉപയോഗിക്കാവുന്ന സ്റ്റീൽ പാത്രങ്ങളിലോ ഉള്ള ഭക്ഷണം തുടങ്ങിയവയാണ് ഉപയോഗിച്ചത്. കുടുംബശ്രീയാണ് ഇത്തവണ ഭക്ഷണം മിക്കയിടങ്ങളിലും വിതരണം ചെയ്തത്. മാലിന്യം തരംതിരിച്ചിടുന്നതിനായി തെങ്ങോലയിൽ തീർത്ത കൂടകൾ, മൺകൂജകളിൽ വെള്ളവും സ്റ്റീൽ ഗ്ലാസുകളും എല്ലായിടത്തും ഒരുക്കിയിരുന്നു. എല്ലാ ബൂത്തുകളിലും ഹരിത കർമ്മസേനാംഗങ്ങൾ മാലിന്യം യഥാസമയം നീക്കം ചെയ്തു. ജനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിൽ കൂടുതൽ അവബോധം നൽകുന്നതിന് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ജില്ലാ ശുചിത്വ മിഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ പാമ്പാടി ബ്ലോക്ക് GEO ബിന്ദു MP ബ്ലോക്ക് തല ചുമതലയും, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര, പഞ്ചായത്തുകളിലെ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ എന്നിവർ പഞ്ചായത്തുകളെ ഹരിത ബൂത്തുകളുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി ഇരവിനെല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ എത്തി വോട്ട് ചെയ്തു. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്യാൻ എത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം ചർച്ചാ വിഷയമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്നും ജനവികാരം UDFന് അനുകൂലമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. യാതൊരു സംശയവും വേണ്ട, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF ഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും അധികാരത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സർക്കാരിനെതിരെയുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ഒരു കാലഘട്ടം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനകീയ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വോട്ടിംഗ് മെഷീനിൽ നോട്ട ഇല്ലാത്തതിനെതിരെ PC ജോർജ്. നോട്ട ഇല്ലാത്തത് ശരിയല്ലാത്ത തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണെന്നും PC ജോർജ് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ വിവരക്കേടാണ് നോട്ട ഇല്ലാത്തതെന്നും PC ജോർജ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ശൈലിയിൽ എനിക്ക് വലിയ പരാതിയാണ്. കാരണം ഇവിടെ 2 സ്ഥാനാർത്ഥിയാണ്. 2 സ്ഥാനാർത്ഥി ഒരാൾ വോട്ട് ചെയ്യാവുന്നുള്ളൂ, അല്ലാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അവരെ വോട്ട് ചെയ്തത് വേറെ കാര്യം. ഇതൊക്കെ എന്തൊരു നിയമം ഇതുണ്ടാക്കി ഇലക്ഷൻ കമ്മീഷൻ വിവരക്കേട് കാണിക്കും. എനിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി വോട്ട് ചെയ്യും, അതിന് അവകാശമില്ല. ഇത് വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. ഈ കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട്. ഞാൻ 2 സ്ഥാനാർത്ഥികളും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്തു, അത് വേറെ കാര്യം. പക്ഷേ നോട്ട വേണ്ട. ഞാൻ ചോദിച്ച ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ എല്ലാവരും നോട്ട ഇല്ലെന്നാണ്. 2 പേരും അവർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഇത്ര. ഒരു ജനാധിപത്യത്തിൽ വോട്ടവകാശം നോട്ടയാക്കാൻ അവകാശമുണ്ട്, അസാധുവാക്കാൻ അവകാശമുണ്ട്. അത് കൊടുക്കണം. വൃത്തികെട്ട സംവിധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സന്തോഷമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതായും നല്ല ജനപ്രതിനിധികൾ വരട്ടെയെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. കോട്ടയം മുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന് പ്രയോജനകരമായ നല്ല കൗൺസിലേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി വനിതാ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ജില്ലയിലെ വോട്ടർമാരിൽ കൂടുതലും സ്ത്രീകളാണ്. കൂടാതെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും സ്ത്രീകളാണ് മുന്നിൽ. കടുത്തുരുത്തി, ഉഴവൂർ, മാടപ്പള്ളി, വാഴൂർ, പള്ളം ബ്ലോക്ക് പഞ്ചായത്തുകളും പാലാ നഗരസഭയും ഇക്കുറി വനിതകൾ ഭരിക്കും. വാഴൂരിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ വനിതകൾ ഭരിക്കുമെന്നതും ശ്രദ്ധേയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ വനിതാ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ജില്ലയിലെ 16 ലക്ഷത്തിലധികമുള്ള വോട്ടർമാരിൽ 8.5 ലക്ഷത്തിലധികം പേരും സ്ത്രീകളാണ്. മത്സര രംഗത്തും വനിതകളാണ് മുന്നിൽ. 5281 സ്ഥാനാർത്ഥികൾ ഉള്ളതിൽ 2823 പേരും വനിതകളാണ്. ഇതിൽ ജില്ലാ പഞ്ചായത്തിൽ
പഞ്ചായത്തിലേക്ക് 47 വനിതകളും 6 നഗരസഭകളിലേക്ക് മത്സരിക്കുന്ന 677 പേരിൽ 357 പേരും വനിതകളാണ്. ഗ്രാമപഞ്ചായത്തിലാകട്ടെ ആകെയുള്ള 4032 സ്ഥാനാർത്ഥികളിൽ 2182 പേരും വനിതകളാണ്. 5 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 34 ഗ്രാമപഞ്ചായത്തുകളിലും പാലാ നഗരസഭയിലും ഇക്കുറി വനിതകൾ സാരഥിയാകും. കടുത്തുരുത്തി, ഉഴവൂർ, മാടപ്പള്ളി, വാഴൂർ, പള്ളം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് സ്ത്രീകൾ ഭരിക്കുക. എലിക്കുളം, മണർകാട്, മീനടം, വെള്ളാവൂർ, വാഴൂർ, മണിമല, കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, പാറത്തോട്, വിജയപുരം, അയർക്കുന്നം ഉൾപ്പെടെ 34 പഞ്ചായത്തുകൾ വനിതകൾ ഭരിക്കും. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സ്ത്രീ സംവരണമാണ്. പാലാ നഗരസഭയും ഇക്കുറി വനിത തന്നെ ഭരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷൻ സ്ഥാനാർത്ഥി ബി സുരേഷ് കുമാർ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ചാമമ്പതാൽ പുഷ്പാരാം സ്കൂളിലും എത്തി. കോട്ടയം ജില്ലയിൽ പോളിംഗ് സമാധാനപരം. 2311 വീതം പ്രീസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും സെക്കൻഡ് പോളിംഗ് ഓഫീസർമാരും തേർഡ് പോളിംഗ് അസിസ്റ്റന്റ്സും വോട്ടെടുപ്പ് നിയന്ത്രിച്ചു. 2500 പോലീസുകാരും ക്രമസമാധാന പാലനത്തിനായി ഉണ്ടായിരുന്നു. പാലാ അമലോദ്ഭവ കപ്പേളയിലെ ജൂബിലി തിരുനാളിന് ഭക്തിസാന്ദ്രമായ സമാപനം. പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചു നടന്ന പട്ടണ പ്രദക്ഷിണം നാടിന് പുണ്യമായി. ലാലം പഴയപള്ളി ഗ്രോട്ടോ, ലാലം പഴയപാലം ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ എത്തി പ്രധാന വീഥികൾ കടന്ന് കുരിശുപള്ളിയിലെത്തി. തുടർന്ന് കരിമരുന്ന് കലാപ്രകടനവും നടന്നു. ഹോളി ഇമ്മാനുവൽ CSI പള്ളിയിലെ ആദ്യഫല പെരുന്നാളിന് കൊടിയേറി. പെരുന്നാളിനോടനുബന്ധിച്ച് കൺവെൻഷനും സ്തോത്ര ശുശ്രൂഷയും ഉണ്ടായിരിക്കും. പാമ്പാടി ഹോളി ഇമ്മാനുവൽ CSI പള്ളിയിലെ ആദ്യഫല പെരുന്നാളിന് കൊടിയേറി. ഇതോടനുബന്ധിച്ച് നടക്കുന്ന കൺവെൻഷനിലും സ്തോത്ര ശുശ്രൂഷയിലും പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് പള്ളിയിലെത്തുന്നത്. പള്ളി വികാരി റവറന്റ് അനിൽ തോമസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. തിരുനാളിനോടനുബന്ധിച്ച് ഈ മാസം 11 വരെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6:30 നടക്കുന്ന കൺവെൻഷനിൽ വിവിധ മതമേലധ്യക്ഷന്മാർ വചന പ്രഘോഷണം നടത്തും. 12 പാമ്പാടി ടൗണിലേക്ക് നടക്കുന്ന പ്രദക്ഷിണ റാലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുക്കും. 13 രാത്രി 7:30 സ്തോത്ര ആരാധന ഉണ്ടായിരിക്കും. 14 രാവിലെയാണ് ആദ്യഫല സമർപ്പണം, ലേലം എന്നിവ നടക്കുക. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ഉൾപ്പെടെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർണ്ണമായി. പോളിംഗ് ശതമാനം 70%-ന് മുകളിൽ. വോട്ടിംഗിൽ സ്ത്രീകൾ മുന്നിൽ. ജില്ലയിൽ പ്രശസ്തർ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. LDF-ന് മേൽക്കൈയെന്ന് മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ. സംസ്ഥാന സർക്കാരിന്റെ അഹങ്കാരത്തിനും രാഷ്ട്രീയ ധാർഷ്ട്യത്തിനും ജനങ്ങൾ മറുപടി നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം ജില്ലയിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കും. പാലാ ജൂബിലി സമാപിച്ചു. പ്രദക്ഷിണം ഭക്തിസാന്ദ്രം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.